ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ സ്റ്റാർട്ടപ്പായിരുന്നു ബൈജൂസ്. ഇപ്പോൾ വൻ സാമ്പത്തിക ബാധ്യതയിൽ മുങ്ങി നിൽക്കുകയാണ് എഡ്യൂടെക് ഭീമൻ. 2023 വരെ ബൈജു രവീന്ദ്രന്റെ ആസ്തി 17,545 കോടിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിലും അദ്ദേഹം ഇടം നേടി. എന്നാൽ ഫോർബ്സിന്റെ 2024 സൂചിക അനുസരിച്ച് ബൈജു രവീന്ദ്രന്റെ ആസ്തി 0-ലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് രംഗത്തിന്റെ പ്രതീകവും മുഖമുദ്രയുമായിരുന്ന ബൈജൂസിന്റെ പ്രതാപമെല്ലാം കെട്ടടങ്ങിയ കാഴ്ചയാണ് കാണുന്നത്. എഡ്യൂടെക് രംഗത്തെ താരമായിരുന്ന ബൈജു രവീന്ദ്രൻ ഉൾപ്പെടെ ആകെ 4 പേർ മാത്രമാണ് ഇത്തവണത്തെ ഫോർബ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. 2022 ബൈജൂസിനുണ്ടായിരുന്ന $22 ബില്യൺ മൂല്യമാണ് $1 ബില്യണായി കുറഞ്ഞത്. അതായത് 95.45% കമ്പനി മൂല്യം ഇടിഞ്ഞത്. 12 വർഷം മുൻപ് 2011 മലയാളിയായ ബൈജു രവീന്ദ്രൻ ബംഗളൂരുവിൽ ബൈജു സ്റ്റാർട്ടപ്പിന് തുടക്കമിട്ടത്. 2012 വിദ്യാർത്ഥി എന്ന കമ്പനിയെ ഏറ്റെടുത്താണ് ബൈജൂസ് വിപുലീകരണം ആരംഭിക്കുന്നത്. 2022 ആയപ്പോഴേക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യവത്തായ സ്റ്റാർട്ടപ്പായി ഉയർന്നിരുന്നു. 2022 വരെയുള്ള കാലയളവിനുള്ളിൽ 20ഓളം ഏറ്റെടുക്കലുകളാണ് ബൈജൂസ് നടത്തിയത്. ഇവയെല്ലാം തന്നെ കോടികളുടെ ആസ്തികൾ വിലമതിക്കുന്ന ഇടപാടുകളായിരുന്നു. 2017 $100 കോടി നിക്ഷേപ മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് എന്ന പട്ടം സ്വന്തമാക്കിയ ബൈജൂസ് പിന്നീടങ്ങോട്ട് കുതിച്ചുചാട്ടമാണ് നടത്തിയത്. 2020 ജനുവരിയിൽ $800 കോടി ആയിരുന്നു ബൈജൂസിന്റെ മൂല്യം. 2021 ഏപ്രിലിൽ $1,500 കോടി എത്തിയിരുന്നു. അടുത്ത കാലത്ത് കമ്പനി പിരിച്ചുവിട്ടത് 500 പേരെയാണ്. 2023 പ്രഖ്യാപിച്ച പുനഃസംഘടനയുടെ ഭാഗമായി ഇതുവരെ 3000-ഓളം ജീവനക്കാരെയാണ് കമ്പനി പിരിച്ചുവിട്ടത്. പ്രൈമറി സ്കൂൾ മുതൽ MBA വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നൂതനമായ പഠന ആപ്പിലൂടെ ബൈജു രവീന്ദ്രന്റെ ബുദ്ധി കേന്ദ്രം വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ചു. എങ്കിലും സമീപകാല സാമ്പത്തിക വെളിപ്പെടുത്തലുകളും വർദ്ധിച്ചു വരുന്ന വിവാദങ്ങളും കമ്പനിയുടെ ഭാഗ്യത്തിന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. കമ്പനിയുടെ സമ്പത്തിടിഞ്ഞതിന് ബൈജു രവീന്ദ്രൻ രൂക്ഷമായ വിമർശനം നേരിട്ടിരുന്നു. പ്രോസസ് NV, പീക്ക് XV പാർട്ട്നേഴ്സ് എന്നിവരുൾപ്പെടെ കമ്പനിയുടെ ഓഹരിയുടമകൾ കഴിഞ്ഞ മാസം രവീന്ദ്രനെ CEO സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ വോട്ട് ചെയ്തിരുന്നു. നിലവിൽ ബൈജുവിന്റെ വിദേശ നിക്ഷേപവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിരീക്ഷണത്തിലാണ്. ബൈജൂസിനെതിരെ ലുക്കൌട്ട് സർക്കുലർ ഇറക്കുകയും ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം 9,362 കോടി രൂപയുടെ ലംഘനങ്ങൾ ആരോപിച്ച് ബൈജുവിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലേണിന് ഇഡി ഷോക്കോസ് നോട്ടീസ് അയച്ചിരുന്നു. എഡ്യൂടെക് കമ്പനിയായ ബൈജൂസും മാതൃകമ്പനിയായ തിങ്ക് ആൻഡ് ലേണിനുമെതിരെ സാമ്പത്തിക ദുരുപയോഗം, ഓഫ്ഷോർ ഇടപാടുകൾ എന്നിവയിലും ഓഹരി നിക്ഷേപകർ നിയമ നടപടി തുടരുന്നുണ്ട്. ഫ്ലോറിഡ ഹെഡ്ജ് ഫണ്ടിലേക്ക് നടത്തിയെന്നാരോപിക്കുന്ന $533 മില്യൺ തിരിമറിയാണ് ബൈജൂസ് നേരിടുന്ന ഏറ്റവും വലിയ നിയമ പോരാട്ടം.